ഇതുപോലെ ഒരു ഓഗസ്റ്റ് മാസം ഇതുപോലെ തോരാതെ പെയ്ത മഴയാം രാവും പകലും. അന്ന് കേരളം ഒന്നാകെ മുങ്ങി. മഴ ഉറയ്ക്കുമ്പോൾ 2018 പ്രളയപ്പേടി ഉള്ളു പൊട്ടിയിറങ്ങും. മഴ കുറഞ്ഞുവെന്ന് എത്ര തവണ പറഞ്ഞാലും ഒരൊറ്റ മഴ മതി നാടിനെ മുക്കാൻ. റാന്നിയും ആറന്മുളയും മുട്ടോളം വെള്ളത്തിലാണ്. പമ്പയും അച്ചൻകോവിലും അതിര് കടന്നൊഴുകുന്നു. മലമടക്കുകളിലെ അപകടത്തിന്റെ ഉരുൾപൊട്ടൽ. തീക്കോയിലും പൂഞ്ഞാറിലും അടൂർ മലയിലും മുന്നറിയിപ്പിന്റെ മലവെള്ളപ്പാച്ചിൽ. വടക്ക് വയനാടും കണ്ണൂരും കാസർഗോഡും അപകടത്തിന്റെ കുത്തൊഴുക്ക്. കടലും കലതുള്ളി നിൽപ്പാണ്. സർക്കാർ സംവിധാനങ്ങൾ രക്ഷാമുഖത്തുണ്ട്. ഈ രാത്രി ആശങ്കയുടേതാണ്. മഴമേഘങ്ങൾ കേരളത്തെ പഠിപ്പിക്കുകയാണോ? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കൊപ്പം അതിഥികളായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ, മന്ത്രി PC വിഷ്ണുനാഥ്, MLA മാരായ പഴകുളം മധു, അബിൻ വർക്കി, അതോടൊപ്പം തിരുവനന്തപുരത്തെ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഡയറക്ടർ നിത K ഗോപാൽ, കുസാറ്റിൽ നിന്ന് ഡോക്ടർ S അഭിലാഷ് എന്നിവർ നമുക്കൊപ്പം അതിഥികളായി ചേരും. ആദ്യം നമുക്ക് പഴകുളം മധുവിലേക്ക് പോകാം. റാന്നിയാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റാന്നിയിലെ ജനങ്ങൾ കണ്ണു തുറന്നത് പ്രളയത്തിലേക്കാണ്. അരയ്ക്ക് വരെ വെള്ളമെത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പലയിടത്തും. ശ്രീ പഴകുളം മധു, ഇന്ന് രാവിലെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് റാന്നിയിൽ നിന്ന് കേരളം കണ്ടത്. ഇപ്പോൾ ആശ്വാസമുണ്ടോ? വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ആശ്വസിക്കാറായിട്ടില്ല. 2018 പ്രളയം റാന്നിക്കാരുടെ മനസ്സിൽ ഒരു ദിവാസ്വപ്നം പോലെ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ വെളുപ്പിന് 2 മണി മുതലാണ് ജനങ്ങളെല്ലാം ഞെട്ടി ഉണർന്ന് ഒരു വലിയ പ്രളയത്തിൻ്റെ ആരംഭം കണ്ടത്. അത് റാന്നി ടൗണിനെ മൊത്തത്തിൽ വിഴുകി. എട്ടിയപ്പാറ ടൗൺ, ബസ് സ്റ്റാൻഡ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. റാന്നിയുടെ 4 ചുറ്റുമുള്ള ചെറിയ ടൗണുകളും ഗ്രാമങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലായി. റാന്നിയിൽ നിന്ന് വളരെ ഏറെ സ്ഥിതി ചെയ്യുന്ന കോട്ടാങ്ങൽ ടൗൺ പോലും വെള്ളത്തിനടിയിലായി. ഇത് സത്യത്തിൽ വളരെ ഭീതികരമായൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്. താങ്കൾ പറഞ്ഞ പോലെ അത്ര അല്ല, ഒരു നില കെട്ടിടം മുങ്ങിയ പല സ്ഥലങ്ങളുമുണ്ട്. അതിന് മുകളിലേക്ക് ആൾക്കാർ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പായുകയായിരുന്നു. വളരെ വേഗമാണ് ഈ വെള്ളം കയറി വരുന്നത്. 2018 ഇതുപോലായിരുന്നു. 2018 ഡാം തുറന്നു വിട്ട ഒരു ദുരന്തം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി സംഭവിച്ചിരുന്നെങ്കിൽ 2018 ഇരട്ടി ഭയാനകമായ പ്രളയം റാന്നിയിലുണ്ടാകുമായിരുന്നു. ധാരാളം ആൾക്കാർ വീടുകളിൽ ഒറ്റപ്പെട്ടു. അവരെല്ലാം രക്ഷപ്പെടുത്താൻ വെളുപ്പിന് 4 മണി മുതൽ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തി. കൊല്ലത്തു നിന്നൊക്കെ ബോട്ട് വരണമായിരുന്നു, അതിന് കാത്തു നിന്നു. അവസാനം വരാൻ താമസിച്ചപ്പോൾ കോന്നിയിൽ നിന്ന് കൊട്ടവഞ്ചി എത്തിച്ചു. ഇവിടെ സ്കൂബ ബോട്ട് വന്നു. അങ്ങനെ പല ഭാഗത്തും പല ദിക്കുകളിലേക്കായിട്ട് ആൾക്കാരെ പറഞ്ഞുവിട്ട് പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്തി. കുറേയേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ റാന്നി അസംബ്ലി മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങൾ തുറന്നു. ധാരാളം ആൾക്കാർ അവിടെ കഴിയുന്നു. വളരെ ഭീതികര അന്തരീക്ഷമാണ്. ഇപ്പോൾ ഈ മലയോര മേഖല, കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പം മഴയ്ക്കൊരു ശമനമുണ്ട്. എന്നാൽ ആ മഴ ഇനി തുടർന്നാൽ, വീണ്ടും മഴ വലിയ ആഘാതത്തോടു കൂടി വന്നാൽ റാന്നി ടൗൺ വീണ്ടും ആശങ്കയിലേക്ക് പോകും, ഭയത്തിലേക്ക് പോകും. അവിടെ ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള പ്രദേശങ്ങളാണ് റാന്നി നിയമസഭാ മണ്ഡലത്തിലെ കിഴക്കൻ മേഖലകളെല്ലാം. അതോട് ചേർന്ന് കിടക്കുന്ന കോന്നി നിയമസഭാ മണ്ഡലത്തിലെ സീതത്തോട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. എൻ്റെ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പം അവിടെ നിന്നൊക്കെയുള്ള കുത്തിയൊലിച്ച് വരുന്ന പാറയും വെള്ളവും ഈ പമ്പയാറിലേക്ക് വന്ന് അതിൻ്റെ സമീപത്തുള്ള തോടുകളിലൂടെ കവിഞ്ഞൊഴുകിയാണ് ഈ റാന്നി ടൗണിലേക്കും മറ്റും വരുന്നത്. ധാരാളം നാശനഷ്ടം ഉണ്ടായി. റാന്നി ടൗണിൽ വ്യാപാരികൾ അവരുടെ ഒരു നില കെട്ടിടം മുഴുവൻ നശിച്ചു. ഞങ്ങൾ വെളുപ്പിന് 4 മണി മുതൽ ഞങ്ങൾ കുറേയേറെ ആൾക്കാർ അവിടെ വന്നെത്തിയ വ്യാപാരികൾ അവരുടെ താക്കോലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൂട്ടൊക്കെ തുറന്ന് കയറി. പൂട്ട് തുറക്കാൻ കഴിയാത്ത, ഈ ടൗണിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, വെള്ളം പൊങ്ങി വന്ന് ഗതാഗത സൗകര്യം ഇല്ലാത്ത പല വ്യാപാരികളും. ഇന്നും പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ രാത്രി എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും
നാളത്തെ പകൽ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പം റവന്യൂ മന്ത്രി ശ്രീ എ പി അനിൽകുമാർ കൂടി അതിഥിയായി ചേരുന്നു. ശ്രീ എ പി അനിൽകുമാർ, അസാധാരണമായ സാഹചര്യമാണ്. ഇന്നലെ വരെ മഴയില്ല, അതുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി പോലും നാട് നേരിട്ടിരുന്നു. പക്ഷേ ഒരൊറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രതിസന്ധികൾ, വീടുകൾ പോലും ഒലിച്ചു പോകുന്നു. ആ ഗതിയിലേക്ക് പോവുകയാണ് നാട്. സംസ്ഥാന സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ? നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം നമുക്ക് 5 ദിവസത്തെ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ സമയത്ത് തന്നെ റവന്യൂ വകുപ്പ് സെക്രട്ടറി ജില്ലയിലെ കളക്ടേഴ്സിൻ്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് മഴയുടെ സാധ്യതകളെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നു. തഹസിൽദാർ അതുപോലെ വില്ലേജ് ഓഫീസർ ലെവലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏത് സാഹചര്യത്തിലായാലും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സേനാംഗങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടേതായ പ്രതീക്ഷയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് വലിയ മഴ, പത്തനംതിട്ട ജില്ലയിലൊക്കെ സംഭവിച്ച അതാണ്. വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത്. 300 mm 350 mm ഒക്കെ മഴ കിട്ടുകയെന്ന് പറയുമ്പോൾ അതിതീവ്ര മഴയാണ്. അപ്പോൾ അത്ര മഴ വരുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ രാത്രി ഏതാണ്ട് കുറഞ്ഞ സമയത്തിനിടയിൽ തന്നെ ഇത്രയും ശക്തമായ മഴ പെയ്യുകയും അത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ ആശങ്കയിലായിരുന്നു നമ്മുടെ മഴ എങ്ങനെയാണ് സ്ഥിതി എന്നുള്ളത്. ഞാൻ ഇടുക്കി പോയപ്പോഴൊക്കെ ഡാമുകളൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. പക്ഷേ ഒരൊറ്റ രാത്രിയിലെ ഒരു മഴ കൊണ്ട് പമ്പയുൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ മഴ എത്രമാത്രം തീവ്രമാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ കഴിയാതെ പോകും. കാരണം ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ മഴയും വെള്ളവും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസം, റാന്നി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളമുണ്ടായി. പിന്നീട് റാന്നിയിൽ നിന്ന് വെള്ളം തിരിച്ചു ഒഴുകുമ്പോൾ അതിനകത്ത് ആറന്മുളയും പമ്പയുടെ തീരങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള വെള്ളം വന്നു. പക്ഷേ നമുക്ക് വലിയ രീതിയിലുള്ള മറ്റ് അപകടങ്ങൾ, ജീവഹാനിയോ ഒന്നും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് വെള്ളം വന്നതിന് ശേഷം, ഇത്രയും വലിയ മഴ ഉണ്ടായതിനു ശേഷം അതിനെ നേരിടുന്നതിലും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രിയും വലിയ രീതിയിലുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ NDRF സേന ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ എ പി അനിൽകുമാർ നമുക്കൊപ്പം ചേർന്നതിൽ. സംസ്ഥാന സർക്കാർ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി നൽകുന്ന ഉറപ്പ്. നമുക്കൊപ്പം ശ്രീ PC വിശ്വനാഥ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിനാണ് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ളത്. അദ്ദേഹത്തോട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശ്രീ PC വിശ്വനാഥ്, റാന്നിയിൽ ഇന്ന് ഈ വൈകുന്നേരം ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അല്പം ആശ്വാസമെങ്കിലും ഈ റാന്നിയിൽ നിന്ന് ഇറങ്ങുന്ന മഴ ആറന്മുളയിലേക്ക് ആ ഒരു ആശങ്ക ഒരു ഭാഗത്തുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അതിലൊക്കെ അപ്പുറം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം യെല്ലോ അലേർട്ട് നൽകിയ ഇടങ്ങളിൽ പോലും റെഡ് അലേർട്ടിനേക്കാൾ, അതായത് അതിതീവ്ര മഴ വരികയാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ മഴ മുന്നറിയിപ്പുകൾ നൽകാനുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ നാട് പുരോഗമിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്നലത്തെ രാത്രി നമ്മളോട് ചോദിക്കുന്നുണ്ട് ശ്രീ PC വിശ്വനാഥ്. തീർച്ചയായും അസാധാരണമായ സാഹചര്യങ്ങളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം ഈ പ്രദേശങ്ങളിൽ പെയ്ത മഴയുടെ അളവ് നേരത്തെ റവന്യൂ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അസാധാരണമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അസാധാരണമായി തന്നെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തായാലും എല്ലാവരും ഭരണ സംവിധാനങ്ങളോടൊപ്പം നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാം ഒരുമിച്ച് നിന്ന് ഇപ്പോൾ നമ്മളിവിടെ ഈ ജില്ലയിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 913 പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ ഉള്ളത്.
അവരെല്ലാം തീരത്തുള്ളവരെയെല്ലാം നമ്മൾ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ വീണ്ടും തുടരുന്നുണ്ട്. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്, ഇന്ന് ഒരു രാത്രിയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തെ ഒരു ബന്ധുവീടുകളിലേക്കെങ്കിലും മാറി നമ്മളുമായി സഹകരിക്കണം. കാരണം രാത്രി ഇരുട്ടി കഴിഞ്ഞാൽ ചില വീടുകളിലേക്കൊക്കെ നമുക്ക് വലിയ ബോട്ടിൽ പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത്ര ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു രാത്രിയിലേക്ക് അവരോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്, ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഒന്നുകിൽ ദുരിതാശ്വാസ ക്യാമ്പ് അല്ലെങ്കിൽ ബന്ധുഭവനങ്ങൾ, സുഹൃത്തുക്കളുടെ വീടുകൾ, അവിടേക്കൊക്കെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം. അപ്പം നമുക്ക് 2018 പ്രളയം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ, അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം അത് മനസ്സിൽ നിന്ന് മാറാത്തത് കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യത്തെ സംഘം നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ ആറന്മുള അസംബ്ലിയിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിലുണ്ട്. അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ആദ്യ ബോട്ട്, ഒരു ബോട്ട് ഇവിടെയുണ്ട്, ഒരു ബോട്ട് തിരുവല്ലയിലുണ്ട്. കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ബോട്ട് അരമണിക്കൂറിനുള്ളിൽ ആറന്മുളയിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവരെ അവിടേക്ക് എത്തിക്കുക, ഒരു കാഷ്വാലിറ്റി, നമ്മൾ രാത്രിയിൽ വല്ലതും മഴ നിൽക്കാതെ പെയ്യുന്ന സാഹചര്യം വല്ലതും ഉണ്ടായാൽ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ പരിഗണിച്ചിട്ടാണ് അവരോട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതുകൂടാതെ പിന്നെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് നിലവിലൂടെ ഉണ്ട്. കൊല്ലത്തെ ഒരു യൂണിറ്റ് കൂടി നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നുമുള്ള ഓരോ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. NDRFൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. NDRFൻ്റെ ഒരു യൂണിറ്റിനെ കൂടെ നമ്മളിവിടേക്ക് വരുത്തുകയാണ്. അവരും വന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷവും ഒരു അഭിമാനവുമാണ് തുടക്കത്തിൽ തന്നെ സർക്കാർ കേരളത്തിന്റെ സൈന്യത്തെ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട് എന്നത് കാണുമ്പോൾ പ്രേക്ഷകരെയും കൂടി കാണിച്ചതിന് വളരെയധികം നന്ദി. ശ്രീ പി.സി. വിഷ്ണു, ഒരു കാര്യം കൂടി, ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓണം അടുത്തു. ഇപ്പോൾ ഓണത്തിനൊക്കെ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ് ഈ ഒരു ദിവസത്തെ മഴയിൽ, ഒരു രാത്രിയിലെ മഴയിൽ പല വ്യാപാരികൾക്കും ഒലിച്ചു പോയിട്ടുള്ളത്. അതുപോലെ പല വീടുകളുടെയും ഒന്നാം നില, ഇപ്പം നേരത്തെ ശ്രീ പഴകുളം മധു അതാണ് സൂചിപ്പിച്ചത്, പല വീടുകളുടെയും ഒന്നാം നിലയൊക്കെ അത്രയധികം മണ്ണും പലയിടങ്ങളിൽ നിന്ന് വന്ന പാറക്കഷ്ണങ്ങളൊക്കെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അതിലേക്ക് കൂടി സർക്കാരിന് ശ്രദ്ധ പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ 18-ലും ഇതേപോലെ തന്നെയായിരുന്നു. ഓണത്തിന് മുമ്പ് ഫുൾ സ്റ്റോക്കായിരുന്നു കടകളിലെല്ലാം, റാന്നി ഇട്ടിയപ്പാറ ടൗണിൽ. ഇത്തവണയും അതുപോലെ തന്നെയാണ്. സാധനം വാങ്ങി അവർ പ്രൈസ് പോലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധനം എല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഒന്നാം നിലയിൽ ആകെ വെള്ളം കയറി മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. അതെങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ അളഭയം ഒഴിവാക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നത്. ഈ നിമിഷം വരെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാതെ ഈ രാത്രിയും കടന്നു പോകണം എന്ന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി.സി. വിഷ്ണു നമുക്കൊപ്പം ചേർന്നതിന്. സർക്കാരിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെ സർക്കാർ എന്ത് ചെയ്തു, ഇനി ഈ രാത്രിയും വരും ദിവസങ്ങളിലും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമായി വിശദീകരിച്ചു തന്നതിന്. ശ്രീ പഴകുളം മധു, നമുക്ക് വീണ്ടും റാന്നിയിലേക്ക് വന്നാൽ ഇന്ന് രാവിലെയൊക്കെ റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരുന്നു. അവിടെ നിന്ന് ഈ സമയം ആശ്വാസമാണ്. പക്ഷേ നമ്മളെ മുൻപിൽ ഓഗസ്റ്റ് ഇതാ ആദ്യ ദിവസമാണിന്ന്. ഓഗസ്റ്റും സെപ്റ്റംബറും കൂടി ഉണ്ട് ഈ കാലവർഷം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാത്രിയിൽ പെയ്യുന്ന മഴയുടെ സ്വഭാവം പോലും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പം അലേർട്ടുകൾ മാത്രം ആശ്രയിച്ചിരുന്നാൽ മതിയാകില്ല എന്ന് തോന്നുന്നു. അത് സത്യമായ കാര്യമാണ്. അലർട്ടുകൾ വരും, അപ്പോൾ നമുക്ക് തയ്യാറെടുക്കാം എന്നുള്ളൊരു പ്രതീതി സാഹചര്യം റാന്നിക്കില്ല. ഏത് സമയവും ഇതുണ്ടാകാം. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ചിന്തിക്കണം. സത്യത്തിൽ റാന്നിക്ക് ഇത്രയും വലിയ ദുരന്തമായി ഈ മഴ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ, റാന്നിയിൽ അതിൻ്റെ ഈ പമ്പയാറാണ്. പമ്പയാറിൽ മണൽ കെട്ടിക്കിടക്കുകയാണ്. ഡീസിൽറ്റിങ് നടക്കുന്നില്ല. പമ്പയാറിലെ മണലും ചെളിയും മണൽപ്പുറ്റും ചെളിയും നീക്കം ചെയ്യണം, അടിയന്തരമായി നീക്കം ചെയ്യണം. ഇപ്പോൾ റിവറിൻ്റെ കപ്പാസിറ്റിയുടെ പകുതി പോലും വെള്ളം ഉൾക്കൊള്ളാൻ പമ്പയാറിന് കഴിയുന്നില്ല. അതുപോലെയാണ് റാന്നി നിയോജകമണ്ഡലത്തിലുള്ള ഡാമുകൾ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകൾ. ആ ഡാമുകളിലും 2018
പ്രളയകാലത്തുണ്ടായ ചെളിയും മണലും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഡാമുകൾക്ക് താങ്ങാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ പകുതിയിൽ പോലും അവയ്ക്കും താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഈ മഴ പെയ്താലും റാന്നി ടൗണിന് ഇത്ര ഭയാനകമായ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അടിയന്തരമായി സർക്കാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. 2018 ഒരു വലിയ പ്രളയമുണ്ടായി, വലിയ നാശമുണ്ടായി. ബഹുമാനായ മന്ത്രി ശ്രീ PC വിശ്വനാഥ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ പ്രളയത്തിൽ സാധനങ്ങൾ കടയിൽ കൊണ്ടുവച്ചു, അതിൻ്റെ പ്രൈസ് പോലും ഒട്ടിച്ചില്ല. അങ്ങനെ വിൽക്കാത്ത സാധനത്തിന് GST പോലും കൊടുക്കേണ്ടി വന്നു. ആ GST ഒഴിവാക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞിട്ട് അതുപോലും ഗവൺമെൻറ് കേട്ടില്ല. അങ്ങനെ വലിയ കോടാനുകോടിയുടെ നഷ്ടം സംഭവിച്ച ഒരു പട്ടണമാണ് റാന്നി ഇട്ടിയപ്പാറ. അവിടെ വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വ്യാപാരികളെയും കുടുംബങ്ങളെയും ഈ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ തുടർ പ്രളയത്തിൻ്റെ ആഘാതം ഇനി ഈ നാടിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഒരു വലിയ മുന്നൊരുക്കത്തോടു കൂടി ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹവുമായി ഇന്ന് പലവട്ടം സംസാരിച്ചു. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പലതവണ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഗൗരവമായി പരിഗണിക്കുമെന്ന്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ ശ്രീ AP അനിൽകുമാർ, നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹം വളരെ നേരം ഒരു പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗ് ഈ ജില്ലയിലെ കളക്ടറും ഉദ്യോഗസ്ഥന്മാരുമായി പങ്കെടുത്തു. ഞങ്ങളെയൊക്കെ നിരന്തരം അദ്ദേഹം വിളിക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള ശ്രീ PC വിശ്വനാഥ് അദ്ദേഹം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹവും വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം പോലീസ് സംവിധാനം, ഫയർഫോഴ്സ് എല്ലാത്തിനെയും രാവിലെ അദ്ദേഹം ഇവിടെ വിന്യസിപ്പിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നല്ല പിന്തുണയുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്ത് സഹായവും ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ എത്തിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സഹായമുണ്ട്. പക്ഷേ അതല്ല, ആ സഹായത്തെക്കാൾ ഉപരിയായി റാന്നിക്ക് ഇനിയൊരു പ്രളയത്തെ താങ്ങാൻ കഴിയില്ല. ഇപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ വീണ്ടും ഇന്ന് രാത്രിയിൽ മഴ പെയ്യുമോ എന്ന ഭയമാണ്. ഇന്ന് ആരും ഉറങ്ങില്ല, റാന്നിയിൽ ആർക്കും ഉറങ്ങാൻ കഴിയില്ല. കാരണം ഉറങ്ങിയാൽ ഇന്ന് സംഭവിച്ച പോലെ സംഭവിക്കും. അതുകൊണ്ട് ആരും ഉറങ്ങാൻ തയ്യാറല്ല. അവിടെ ഒരു പ്രളയമുണ്ടായി, അല്ല ഒരു മഴ ഇന്ന് കിഴക്കൻ മേഖലയിൽ വീണ്ടും പെയ്ത് ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഉണ്ടായി ഒരു ഭീതികരമായ സാഹചര്യം വന്നാൽ അതിൻ്റെ ആദ്യത്തെ ആഘാതം സംഭവിക്കാൻ പോകുന്ന റാന്നിയിലാണ്. ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം അടുക്കാൻ പോവുകയാണ്. ശബരിമലയിലും എന്ത് സംഭവിച്ചാലും അതിൻ്റെ ആദ്യത്തെ ആഘാതം റാന്നിക്കാണ്, പിന്നെ ആറന്മുളയ്ക്കാണ്. റാന്നി, ആറന്മുള, ചെങ്ങന്നൂർ, പിന്നെ ആലപ്പുഴയിലേക്ക് പോകും. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശത്ത് സംഭവിക്കുന്ന തുടർ ആഘാതങ്ങളെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് ചിന്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MLA പറഞ്ഞ ആ വാചകത്തിലുണ്ട്, ഇന്ന് രാത്രി റാന്നിയിൽ ആരും ഉറങ്ങില്ല. എത്രത്തോളം ഭീതി MLAയുടെ മനസ്സിലുണ്ട് ആ മണ്ഡലത്തെക്കുറിച്ച്, ആ മണ്ഡലത്തിലെ ജനങ്ങളെക്കുറിച്ച് എന്നുള്ളതിൽ ആ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ പഴകുളം മധു നമുക്കൊപ്പം ചേർന്നതിന്. എല്ലാ കാര്യങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനടക്കം ഊർജിതമായി ചുക്കാൻ പിടിക്കുന്നത് താങ്കളാണ്. രാവിലെ മുതൽ അത് കാണുന്നുണ്ട്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. നമുക്കിപ്പം ഇപ്പോൾ നിത K. ഗോപാൽ കൂടി ചേരുന്നുണ്ട്. നിത തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. ശ്രീമതി നിത K. ഗോപാൽ, ഇന്ന് രാത്രി വളരെ വളരെ നിർണായകമാണ്. ഇപ്പോൾ MLA സംസാരിച്ചതും മിനിസ്റ്റർ സംസാരിച്ചതും താങ്കൾ കേട്ട് കാണുമായിരിക്കും. ഇന്ന് രാത്രി വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് റാന്നി, ആറന്മുള ജില്ലകളെക്കുറിച്ച്. വെതർ ഫോർകാസ്റ്റ് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ ആണ്, പക്ഷേ അത് ആ ഒരു ജാഗ്രത മാത്രം മതിയാകുമോ? പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് യെല്ലോ അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് ഒന്ന് നമ്മൾ ഒരു കിട്ടുന്ന നാളത്തെ അത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നിപ്പം പെയ്യുന്ന മഴയുടെ കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ന് നാളെ രാവിലെയോട് കൂടി മഴയിൽ അളവ് കുറവ് വരും എന്നുള്ളൂ. പക്ഷേ ഇന്നലെ പെയ്ത മഴ ഇന്ന് പെയ്യുന്ന മഴയുടെയും കൂടി ഒരു കോമ്പൗണ്ട് ഇമ്പാക്റ്റ് എന്ന് പറയും. അതായത് ഈ എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന ഒരു റിസൾട്ടൻറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വെള്ളം പല സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വീണ്ടും ഇപ്പം നിലവിലുള്ളൊരു സാഹചര്യത്തെ ഒരുപക്ഷെ അത് വഷളാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ തെക്കൻ ജില്ലകളും 2 ജില്ലകൾ കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലേക്കും
ഓറഞ്ച് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹെവി റെയിൻ, അതായത് 12 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ പെയ്യാനുള്ള സാഹചര്യമേ ഉള്ളൂ. പക്ഷേ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഒരു ഇമ്പാക്റ്റ് ആദ്യം സൂചിപ്പിച്ചാൽ അതുണ്ടാവും. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സമയമെടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഒരു മാനം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഓറഞ്ച് അലേർട്ടായിട്ട് ഇപ്പോൾ 7 മണിക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഓറഞ്ച് അലേർട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ അതിൻ്റേതായൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മളൊരു സാഹചര്യം, നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇമ്പാക്റ്റ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അലേർട്ട് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്കൊരു റിയാക്ഷൻ ടൈം കിട്ടണം. അതുകൊണ്ട് വൈകുന്നേരം തന്നെ സാഹചര്യം വിലയിരുത്തി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 7 മണിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമതി നീത, ഇപ്പം ഈ പലയിടത്തും ഇന്ന് രാവിലെയാണ് ഈ അലേർട്ട് മാറിയതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധി കൊടുത്തത്. അപ്പം അതൊരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കി. അതുമാത്രമല്ല, ഈ യെല്ലോ അലേർട്ട് നൽകിയ ഇടങ്ങളിൽ പോലും അതിതീവ്ര മഴയാണ് പെയ്തത്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായി. അപ്പം അലേർട്ടുകൾ നേരത്തെ കുറച്ചു കാലം ഈ 2018-ലെയും 2019-ലെയും ഒക്കെ പ്രളയത്തിന് ശേഷം നമ്മൾ കേട്ടിരുന്നു, പ്രാദേശികമായി മഴമാപിനിയൊക്കെ കൊണ്ടുവരും, പ്രാദേശികമായ അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും. ആ രീതിയിൽ മുന്നോട്ട് ആലോചനകൾ നടക്കുന്നുണ്ടോ? അതിപ്പോൾ സാധ്യമാണോ? ഇപ്പം മഴമാപിനികളൊക്കെ പല IMD മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ മറ്റ് പല ഏജൻസികളും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഏജൻസികളും ഒക്കെ ഇപ്പോൾ മഴമാപിനികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പോൾ റെയിൻഫോൾ മോണിറ്ററിങ് അല്ലെങ്കിൽ പെയ്യുന്ന മഴ എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് റഡാർ കവറേജും ഇപ്പം വയനാട്ടിൽ റഡാറൊക്കെ വന്നു കഴിയുമ്പം ആ ഒരു പ്രശ്നത്തിനും പരിഹാരമാകും. അപ്പോൾ ആ മോണിറ്ററിങ് സംവിധാനം ശക്തിപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യം സൂചിപ്പിച്ചുള്ള ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വെതർ വാർണിംഗ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സംഭവിച്ചത് പ്രാദേശികമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. കേരളത്തിൽ വ്യാപകമായി എല്ലാ ജില്ലകളെയും ഒരുപോലെ ബാധിച്ച ഒരു മഴയാണ്. ഇത് മൺസൂൺ ശക്തി പ്രാപിച്ചത് കൊണ്ടുണ്ടായ ഒരു റെയിൻഫോൾ എപ്പിസോഡാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാപകമായി മഴ പെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ 2 ദിവസങ്ങളിൽ നമ്മൾ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മഴ ശക്തിപ്പെട്ടതിനനുസരിച്ചിട്ട് നമ്മൾ ഈ 3 മണിക്കൂർ വാലിഡിറ്റിയുള്ള നൗകാസ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നൗകാസ്റ്റും അതുപോലെ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുന്ന ഒരു ഫോർകാസ്റ്റ് പ്രോഡക്റ്റാണത്. അതുവരെ എത്ര മഴ പെയ്തുവെന്നും ഇനി അങ്ങോട്ടേക്കുള്ള മണിക്കൂറുകളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള കണക്കിലാക്കിക്കൊണ്ട്, അപ്പോൾ അവരുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള അതായത് പ്രാദേശികമായിട്ട് തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയിൽ അതിശക്തമായ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ഈ പ്രോഡക്റ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ട് നമുക്ക് ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അതായത് കറണ്ട് വെതർ എന്താണെന്നും മുന്നോട്ടുള്ള സമയങ്ങളിൽ അതെങ്ങനെയാകുമെന്നുള്ളതിനൊരു സൂചന നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ ലോക്കലൈസ്ഡ് ആയത് പ്രത്യേകിച്ചും മൺസൂൺ മാസങ്ങളിലും നമ്മുടെ മലയോര മേഖലകളിലൊക്കെയാണ് അതുപോലെയുള്ള തീവ്ര സ്വഭാവമുള്ള മഴ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടൊക്കെ പെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വേനൽ മഴയോട് സംബന്ധിച്ചിട്ടുള്ള ഈ മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് പ്രാദേശികമായിട്ട് ഫോർകാസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശാസ്ത്രശാഖ അത്ര അധികം അങ്ങോട്ട് വികസിച്ചിട്ടില്ല. കാരണം ഈ നൗകാസ്റ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മുന്നേ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രം അത്രയ്ക്കേ ഉള്ളൂ നമ്മളെ സഹായിക്കുകയുള്ളൂ എന്നുള്ളൊരു വാസ്തവമാണ്. നമുക്ക് വളരെ വ്യാപകമായി പെയ്യുന്ന മഴയും അല്ലെങ്കിൽ നമുക്ക് കേരളം മുഴുവൻ ബാധിക്കുന്ന അങ്ങനെ ലാർജ് സ്കെയിലായിട്ട് ഉണ്ടാവുന്ന വെതർ ഇവൻറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ദിവസങ്ങൾ കാലേ കൂട്ടി നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അതൊരു സയൻസിൻ്റെ പ്രശ്നമാണത്. അതുകൊണ്ടാണ് നമ്മൾ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ, റഡാർ അല്ലെങ്കിൽ ആദ്യം സൂചിപ്പിച്ചുള്ള റെയിൻ ഗേജുകൾ കൂടുതൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുക, അങ്ങനെയുള്ള മോണിറ്ററിംഗ് മെക്കാനിസം നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. കാരണം ഒരു ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന അല്ലെങ്കിൽ തീവ്ര മഴ പെയ്യുന്നത് ഏത് ഭാഗത്ത് ആണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് റഡാറിൻ്റെയും
ഈ റെയിൻഗേജ് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് റിസോഴ്സസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് അവിടെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ റിയൽ ടൈം മോണിറ്ററിംഗിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ശരി, വളരെയധികം നന്ദി ശ്രീമതി നിത കെ ഗോപാൽ നമുക്കൊപ്പം അതിഥിയായി ചേർന്നതിന്. ഒരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ വന്ന ജില്ല അത് ഇടുക്കിയിൽ നിന്നാണ്. ഒരു രാത്രിയിലെ ദുരിതപ്പെയ്ത്തിൽ നഷ്ടങ്ങളുടെയും തീരാവേദനയുടെയും കണക്കുകൾ മാത്രമാണ് ഇടുക്കിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത്. ജെയിനസ് രാജു ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആ വാർത്തകൾ, വിവരങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. ജെയിൻ, സങ്കടപ്പെയ്ത്തായിരുന്നു ശരിക്കും ഈ ഒരു പകൽ ഇടുക്കിയിലുണ്ടായത്. പലയിടത്തും ഗതാഗതം ഇപ്പോഴും സാധാരണ നിലയിലേക്കായിട്ടില്ല. പലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി, ജീവൻ വരെ നഷ്ടമായി. ജില്ലയിലെ ഒരു പൊതു സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? വിനോദയാത്രയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിക്കുന്നത് വരെ നിരോധനമുണ്ടെന്ന്. ആര്യ, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ച് നാശം വിതച്ച സമയങ്ങളാണ്. ഏതാണ്ട് 9 ഉരുൾപൊട്ടലുകൾ, 72ലേറെ മണ്ണിടിച്ചിലുകൾ ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 2 ജീവനുകൾ നഷ്ടമായി, 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 14ഓളം വീടുകളാണ് പൂർണ്ണമായും ഇല്ലാതായത്. ഏതാണ്ട് 60ലേറെ വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ ഓരോ കുടുംബങ്ങളുടെയും ജീവിതവും അവരുടെ സംരക്ഷണവുമാണ് ഇല്ലാതായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ രാത്രി മാത്രമാണ് അതിശക്തമായ മഴ പെയ്തത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അലർട്ടുകൾ ഉണ്ടായിരുന്നു, ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രത്തോളം മഴ ശക്തമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഓറഞ്ച് അലേർട്ടിൽ പ്രതീക്ഷിക്കുന്ന അത്രയും മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ, മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ പോലും ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെയാണ് തുടർച്ചയായി നിർത്താതെ പെയ്യാൻ തുടങ്ങിയത്. ഏതാണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അടൂർ മലയിൽ നമുക്കറിയാം സുമതി എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ആൾ വൈക്കത്ത് നിന്ന് ബന്ധുവീട്ടിൽ താമസിക്കാനായിട്ട് എത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. കൂടാതെ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ദുരന്തങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട നാശങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുള്ളത്, അതല്ലെങ്കിൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുള്ളത്. പല സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ മുൻപ് ഉണ്ടായതിന് സമാനമായി, അല്ലെങ്കിൽ മുൻപൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നാശമുണ്ടായി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടൂറിസം മേഖലയിൽ വലിയ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതകൾ വലിയ അപകട ഭീഷണി നേരിടുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നു. നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ പൂർണ്ണമായും ജില്ലയിലേക്ക് വരരുത് എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് പൂർണ്ണ നിരോധനമാണ് ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയുണ്ട് 183. ആ പാതയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും 35 മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്ത് അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വീണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇത്ര വലിയ നാശനഷ്ടം ഈ പ്രദേശത്ത് ഉണ്ടായപ്പോഴും അതുവഴിയുള്ള ഗതാഗതം വലിയ കുരുക്കാണ് ആ മേഖലയിൽ ഉണ്ടായത്. വിനോദസഞ്ചാരികളും മറ്റുള്ളവരുമൊക്കെ അധികമായി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രശ്നം ഇത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമ്പൂർണ്ണമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിപ്പ് ലൈൻ, കയാക്കിംഗ് അങ്ങനെയുള്ള വിനോദസഞ്ചാര പദ്ധതികളുണ്ട്. അതിനൊക്കെ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ അത് ഈ നിയന്ത്രണങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പോലീസിന്റെ സഹായം തേടും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആര്യ, ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലയിൽ ഈ ഒരൊറ്റ രാത്രിയിൽ, ഒരൊറ്റ പകലിലുണ്ടായ ഹൃദയഭേദകമായ കാഴ്ചകൾ, അതാണ് സമഗ്രമായി ജെയിൻ പറഞ്ഞത്.
ആളുകളോട് പറയാനുള്ളത് ഇടുക്കി ജില്ലയിലേക്ക് ഇപ്പം മഴയുമായി ബന്ധപ്പെട്ട് കർശന നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവന് വേണ്ടിയാണ്, ജീവിതത്തിന് വേണ്ടിയാണ്. അത് പാലിച്ച് മുന്നോട്ട് പോകാം, അധികൃതരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം. നമുക്കിപ്പം ആറന്മുള MLA അബിൻ വർക്കി, ശ്രീ അബിൻ വർക്കി കൂടി ചേരുന്നുണ്ട്. ശ്രീ അബിൻ വർക്കി, ഏറ്റവും കൂടുതൽ ഈ പകൽ ഈ പ്രളയം ബാധിച്ച ഒരു മേഖലയാണ് ആറന്മുള. ഇന്ന് ഇപ്പം റാന്നിയിൽ നിന്ന് ഈ രാത്രിയിൽ മഴയില്ല, അവിടെ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അത് ആറന്മുളയിലൂടെ പോയിട്ട് വേണം അത് സെറ്റിലാവാൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ആറന്മുളയിൽ? റാന്നിയിൽ വളരെ അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ അതിതീവ്ര മഴയും അത് ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഉണ്ടായത്. ആ മഴയിലും ഉരുൾപൊട്ടലിലും വരുന്ന വെള്ളവും എല്ലാം ഒഴുകി വരുന്നത് പമ്പയാറ്റിലൂടെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പമ്പയാറ് ആദ്യം കരകവിയുന്നത് ആറന്മുളയാണ്. അപ്പോൾ റാന്നിയിൽ ഉണ്ടാകുന്ന ഏത് ദുരന്തത്തിൻ്റെയും സമാനമായ ദുരന്തം ആറന്മുളയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ റാന്നിയിലുണ്ടായ ഈ മഴയുടെ വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് കാരണം വളരെ അപ്രതീക്ഷിതമായി തന്നെ ആറന്മുളയിലും വെള്ളം കയറിയുണ്ടായി. ഇപ്പോൾ ഞാൻ രാവിലെ ആറന്മുളയിൽ 7 മണിയോടുകൂടി ആറന്മുള നമ്മുടെ സത്രത്തിൻ്റെ ഭാഗത്ത് ഞാൻ വണ്ടിയുമായി നടന്നു പോയതാണ് ആ വഴി. പക്ഷേ ഇപ്പോൾ ആ പ്രദേശത്തായിട്ടൊന്നും നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ ആഴത്തിൽ വെള്ളം വരികയും വലിയ കുത്തൊഴുക്ക് അവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ ക്യാമ്പുകൾ തുടങ്ങാൻ തീരുമാനിക്കുകയും ക്യാമ്പുകളുടെ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ക്യാമ്പുകൾ തുടങ്ങാൻ തീരുമാനിക്കുകയും അങ്ങോട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ജോലികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നെ പല ആളുകളും മഴ കാര്യമായിട്ട് പെയ്തില്ലല്ലോ, അതുകൊണ്ട് മാറുന്നില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ റിസ്ക് ഉണ്ടെങ്കിൽ പോലും അവർ ക്യാമ്പുകളിലേക്ക് മാറുകയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമുക്കൊരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ഇതൊന്ന് സെറ്റിലാവാൻ വേണ്ടിയുള്ള സമയമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ റാന്നിയിൽ ഒരല്പം വെള്ളം താന്നാൽ തന്നെ ആ വെള്ളം ഇരട്ടിയായി ആറന്മുളയിൽ പൊങ്ങിയിട്ടാണ് അത് സെറ്റിലാവുകയുള്ളൂ. കാരണം അത് ഒഴുകി വരുന്നത് ആറന്മുള വഴിയാണ്. ആറന്മുളയുടെ പമ്പയാറിന്റെ തീരപ്രദേശം ആറന്മുളയും തോട്ടപ്പുഴശ്ശേരിയും അതുപോലെ തന്നെ കോഴഞ്ചേരിയും കോയിപ്പുറവും ഒക്കെ ഇരുവേരി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സമാനമായ വിഷയങ്ങളുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഇന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ട് ആറന്മുളയിലെത്തി അമ്പലത്തിൻ്റെ അടുക്കൽ വരെ വെള്ളത്തിലൂടെ വന്ന് അദ്ദേഹം എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കളക്ടറും SP-യും MP-യും ഒക്കെ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ NDRF സംഘങ്ങളും അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങളും, കാരണം കഴിഞ്ഞ തവണയൊക്കെ 2018 സമാനമായ പ്രശ്നമുണ്ടായപ്പോൾ മത്സ്യബന്ധന യാനങ്ങളായിരുന്നു ആറന്മുളയിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ വലിയ രക്ഷയുണ്ടായത്. അപ്പോൾ അവരോട് വരാനുള്ള കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള മത്സ്യബന്ധന യാനങ്ങളോട് വരാനുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവരും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം തീർച്ചയായും ഇന്ന് രാത്രി ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു കാര്യം കൂടി, ഇപ്പം ഈ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ചടങ്ങ് മാത്രം മതി എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അതോടൊപ്പം നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളും ആറന്മുളയിൽ തുറന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രവർത്തനം എങ്ങനെ, ഏത് രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇനി അങ്ങോട്ട് കാലവർഷം കലി തുള്ളിയാൽ എടുത്തിട്ടുള്ളത്? അതായത് ആറന്മുള വള്ളസദ്യ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ആറന്മുള വള്ളസദ്യ ഇപ്പോൾ തൽക്കാലത്തായിട്ട് നമുക്ക് ഈ പമ്പയാറിലൂടെ വന്ന് പള്ളിയോടങ്ങൾ വന്നാണ് വള്ളസദ്യയിലേക്ക് പോകുന്നത്. പക്ഷേ പമ്പയാറിലേക്കൂടെ പള്ളിയോടങ്ങൾക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കാരണം കരയിലൂടെ തന്നെ നടന്നു വന്ന് ക്ഷേത്രത്തിൽ പോയി വള്ളസദ്യയുടെ ചടങ്ങുകൾ നിർവഹിച്ചു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതും ഇപ്പോൾ നാളെയും മറ്റന്നാളും അത് നടക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ അത് പള്ളിയോട സേവാസംഘവും ക്ഷേത്രവും ഒക്കെ ആയിട്ട് ദേവസ്വമൊക്കെ ബന്ധപ്പെട്ട ആലോചനകൾ നടത്തി ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാഹചര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് അവർ. പക്ഷേ അതിന് ഒരു ഫൈനൽ തീരുമാനം അവരാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് ഇന്ന് വള്ളസദ്യക്ക് വന്നവരൊക്കെ തന്നെ രാവിലെ സത്രത്തിൽ താമസിച്ചവരുണ്ടായിരുന്നു, അവരെ സേഫായിട്ട് മാറ്റാൻ സാധിച്ചു. വള്ളസദ്യ നടത്താൻ വന്നവരൊക്കെ അവസാനം ഇടയ്ക്ക് കുടുങ്ങിപ്പോയവരുണ്ടായിരുന്നു, അവരെയൊക്കെ വലിയ വണ്ടികളിലുമൊക്കെ ആയിട്ട് അവരെ സേഫായി പ്രദേശത്തിട്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമ്പുകളുള്ളത് പ്രധാനമായും കോഴഞ്ചേരിയിലും 2 ക്യാമ്പ്, ആറന്മുളയിൽ 2 ക്യാമ്പ്, മല്ലപ്പുഴശ്ശേരിയിൽ 1 ക്യാമ്പ്, തോട്ടപ്പുഴശ്ശേരിയിൽ 2 ക്യാമ്പ്, അങ്ങനെ പ്രധാനമായും 8 ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇനിയും ക്യാമ്പുകൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ പള്ളികളും അതുപോലെ തന്നെ മറ്റും ഒക്കെ ആയിട്ടുള്ള
പ്രത്യേകിച്ച് ജാതിമത സംഘടനകളൊക്കെ തന്നെ അവരുടേതായ രീതിയിലുള്ള ക്യാമ്പുകൾ തുറക്കാനുള്ള അവരെല്ലാവിധ സന്നദ്ധ പ്രവർത്തനത്തിനും തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലുമൊക്കെ ക്യാമ്പുകളായിട്ട് നടക്കുന്നുണ്ട്. സർക്കാരിൻ്റേതായ 8 ക്യാമ്പുകളാണ് നടക്കുന്നത്. ആ 8 ക്യാമ്പുകളിലും വേണ്ട എല്ലാ കാര്യങ്ങൾക്കും റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇത് നിർവഹിച്ചു വരികയാണ്. ഇനിയും ജനങ്ങൾക്ക് എവിടെയാണോ ക്യാമ്പ് വേണം എന്ന് തോന്നുന്നത് അവരുടെ സമീപമായ പ്രദേശത്ത് ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അത് ചെയ്യാൻ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാത്രി വൈകുന്നതിന് മുമ്പ് ക്യാമ്പുകളിലേക്ക് മാറാനുള്ളവർ മാറണം. കാരണം രാത്രി വൈകിയാൽ ഒന്നാമത് നമുക്ക് വെള്ളപ്പൊക്ക സമയത്ത് കറണ്ട് ഉണ്ടാവില്ല, ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. വെള്ളം കൂടുന്നൊരവസ്ഥയിൽ അവർക്കും ഭീതികരമായ ചില സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അന്നേരം നമുക്ക് ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പോഴാണ് നമുക്ക് മത്സ്യബന്ധന യാനങ്ങളും പിന്നെ രാത്രി NDRF-ഉം ഫയർഫോഴ്സും ഒക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ജോബ് എടുക്കേണ്ടി വരും. അതിനു മുമ്പായി തന്നെ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ക്യാമ്പുകളിലേക്ക് മാറിയാൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറ്റവും സുഗമമായി നടപ്പിലാക്കാം. മഴയൊന്നും ശമിച്ചാൽ MLA പറയുന്ന കാര്യം അതാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന മുന്നറിയിപ്പുകളുമായും അതോടൊപ്പം തന്നെ മുൻകരുതലുകളുമായും നിർദ്ദേശങ്ങളുമായും സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുമായും പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. വളരെയധികം നന്ദി ശ്രീ അബിൻ വർക്കി നമുക്കൊപ്പം ചേർന്നതിന്. നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ കൂടിയുണ്ട്. രഘു, ഇന്ന് ആറന്മുളയിൽ പലയിടങ്ങളിൽ നിന്ന് അവിടെ കണ്ട ദുരിത കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്, അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എത്തിച്ചതാണ്. ആ ദുരിതം നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് രഘുനാഥ് നാരായണൻ. രഘു, ഒരു ദൃശ്യമുണ്ടായിരുന്നു ഒരാളെ കൈപിടിച്ച് നടത്തിക്കുന്നത്. അപ്പം അബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പലരും ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകുന്നില്ല, സ്വന്തം വീടുകൾ തന്നെ തുടരുകയാണ് എന്ന നിലപാട് പലരും എടുക്കുന്നുണ്ട്. അത് നേരത്തെ മന്ത്രി PC വിശ്വനാഥും അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മടി ഉണ്ടോ? അത് എന്തുകൊണ്ടാണത്? ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് കുറച്ച് ദിവസത്തേക്കെങ്കിലും മുഴുവൻ സാധനങ്ങളും വസ്തുക്കളും വിലപിടിപ്പുള്ള പലതും ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആറന്മുളക്കാർ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ആ ദുരിതം അനുഭവിച്ചവരാണ്. 2018 കിടന്നുറങ്ങിയ മനുഷ്യരുടെ തലയ്ക്ക് മുകളിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോയത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള മുൻകരുതൽ നൽകിയാൽ അവർ വീട്ടിൽ നിന്ന് ക്യാമ്പിലേക്ക് പോകും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ക്യാമ്പിലെ സൗകര്യങ്ങളൊക്കെ വളരെ ഒരു അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ അവർ ക്യാമ്പിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യം. പക്ഷേ അപ്പോഴും ജീവനാണ് പ്രധാനമെന്ന് ഓർക്കണം. ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകിയാൽ ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. മാത്രവുമല്ല, ഈ 2018 പ്രളയത്തിന് ശേഷം ഒറ്റനില വീടുകളിലൊക്കെ 2ാം നില മുകളിലേക്ക് പണിതിട്ടുണ്ട്. വെള്ളം പൊങ്ങി വന്നാലും 2ാം നിലയിൽ സുരക്ഷിതരായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ആലപ്പുഴയിൽ കുട്ടനാട്ടിലും ഉൾപ്പെടെ ആളുകൾ അങ്ങനെ 1ാം നിലയ്ക്ക് മുകളിലേക്ക് 2ാം നിലയൊക്കെ പണിത് അത്തരത്തിൽ വെള്ളം വന്നാലും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ ചെയ്യുന്നുണ്ട്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോയ ഇടങ്ങളിലൊക്കെ സംബന്ധിച്ചിടത്തോളം 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യമായിരുന്നു. അന്ന് രാത്രിയിലാണ് വെള്ളം ഇരച്ചെത്തിയതെങ്കിൽ ഇന്ന് പുലർച്ചെ ആയത് ആളുകൾക്കൊരാശ്വാസമാണ്. ഒരു മുൻകരുതലും സാധാരണ നിലയിൽ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ പുഴയിലെ ജലനിരപ്പ് എങ്ങനെയാണ് ഉയരുന്നത്, എത്രത്തോളം ഉയരും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അവർക്ക് മനസ്സിലാകുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ 2018 പ്രളയത്തിന് ശേഷം അങ്ങനെ ഒരു ധാരണ ആർക്കും എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. എപ്പോഴാണ് ഏതുവഴിയാണ് വെള്ളം ഇരച്ചെത്തുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയെല്ലാം. ഒരുപക്ഷെ ഞാൻ MC റോഡിൽ നിന്ന് ആറന്മുളയിലേക്ക്, ചെങ്ങന്നൂരിൽ നിന്ന് ആറന്മുളയിലേക്ക് പോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. സത്രക്കടവ് വരെ പോകണമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു 2-3 കിലോമീറ്റർ ഒരാളെ സഹായിക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് രഘുവിനോട് ചോദിക്കുകയാണ്, 2018 19 പ്രളയം റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പം ഇന്ന് ആ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇന്നലെ ഒരൊറ്റ രാത്രി, ഇന്നലെ പകൽ വരെ ഒരു പക്ഷേ മഴ പെയ്യുന്നില്ല, കിട്ടേണ്ട മഴ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു നമുക്ക്. പക്ഷെ ഒരൊറ്റ രാത്രിയിൽ ഇത്രയധികം വെള്ളം കയറുകയാണ്, വീടുകളൊക്കെ ഒലിച്ചു പോകുന്നു. അപ്പം ഇത് 2018 ഗുരുതരമായ അസാധാരണമായ സാഹചര്യമാണോ രഘു കണ്ടത് അവിടെ? അതെ, കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസങ്ങളിൽ 2018 പ്രളയത്തിൻ്റെ ആ ഒരു അത്ര വലിയൊരു ഭീതികരമായ അവസ്ഥ അല്ലെങ്കിൽ പോലും ആളുകൾക്കൊക്കെ വല്ലാതെ പാനിക്കാണ്. കാരണം 2018 അനുഭവം അവരുടെ മുന്നിലുണ്ട്. അവിടെ പലരുടെയും
ജീവനമാർഗവും ഒക്കെ ജീവിതോപാധികളൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. ഞാൻ കൈപിടിച്ച് കയറ്റുന്ന ആ ചേച്ചിയുടെ കടയിലേക്ക് വരികയാണ്. അവിടെ ഒരു ചെറിയ തുണിക്കടയുടെ ഉടമസ്ഥയാണ് അവർ. അപ്പോൾ അവരുടെ ആ കടയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. അപ്പം അല്ലെങ്കിൽ അവരുടെ ഈ ഓണമൊക്കെ അനുബന്ധിച്ച് കച്ചവടമൊക്കെ നടത്തേണ്ട ഒരു സ്ഥാപനമാണ്. അവർക്ക് ആ ഒരു മാനസിക വിഷമത്തിലൂടെ, അവർക്ക് ആ വെള്ളത്തിലൂടെ വരുന്നതിൻ്റെ ഭയത്തിനും പേടിക്കും അപ്പുറം, ആ ഒഴുക്കിൻ്റെ പേടിക്കപ്പുറം അവർ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. കാരണം അവരുടെ കടയിലേക്ക് വെള്ളം കയറി ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം മനുഷ്യരുടെ ജീവിതത്തെയും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബാധിക്കുന്നത്. പണ്ട് ഈ കുട്ടനാട്ടുകാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നം. അത് വെള്ളപ്പൊക്കം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് കുട്ടനാട്ടുകാർക്ക് മാത്രമേ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു 2018 പ്രളയത്തോടു കൂടിയൊക്കെയാണ് മനുഷ്യർക്ക് ഇത് എത്രമാത്രം ആ വെള്ളം, ഈ ജലത്താൽ മുറിവേൽക്കുന്ന മനുഷ്യരുടെ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് സംസ്ഥാനത്തെ ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലായത്. കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന്, കടയിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 10-25,000 രൂപയുടെ നഷ്ടം. കാരണം ഈ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ മോട്ടോർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രിഡ്ജ് പോയിട്ടുണ്ടാവും, അങ്ങനെ നമ്മളുടെ ഫർണിച്ചറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മളുടെ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മളുടെ ആൽബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് വീടൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. 3-4 മനുഷ്യരെ നിർത്തി വേണം ആ പ്രളയത്തിൽ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുകി വന്ന അല്ലെങ്കിൽ ആ ചെളിയും മണ്ണും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മൾ കരുതേണ്ടത് ഇങ്ങനെയൊരു മഴ പെയ്യും. കാരണം എന്തായാലും മഴ പെയ്താണ് വെള്ളം ഉണ്ടായത്. അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഇത്ര വലിയൊരു നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യ, നമ്മൾ അങ്ങനെ വലിയ പഠനങ്ങളൊക്കെ നടത്തുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് ഇത് നിർവചിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ ഒരു പരിധിവരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. പലപ്പോഴും ഇന്ന് രാവിലെ പോലും അതിതീവ്ര മഴ പെയ്തയിടത്ത് യെല്ലോ അലേർട്ടായിരുന്നു. അവിടെ ഇന്ന് രാവിലെയാണ് പല ജില്ലകളിലും കളക്ടർമാർ അവധിയൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം മുന്നോട്ട് പോയിട്ടും ചന്ദ്രനിലൊക്കെ എത്തിയാൽ മാത്രം പോരല്ലോ, ഇത്രയും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. അതിലെന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ രഘു, നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ എസ് അഭിലാഷ് കൂടിയുണ്ട്. ശ്രീ അഭിലാഷ്, നമുക്ക് ലഭിക്കേണ്ട മഴ, കേരളത്തിൽ കിട്ടേണ്ട മഴ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അത് തന്നെയാണ് വസ്തുതയും. പക്ഷെ നോക്കൂ, ഒരൊറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും ദുരിതങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നതാണോ? അതാണ് ഏറ്റവും വലിയ അപകടങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ ദിവസം വരെയുള്ള ഈ മൺസൂൺ കാലത്തെ മഴക്കുറവെന്ന് പറയുന്നത് 35% മുകളിലായിരുന്നു. പല മേഖലകളിലും പല ജില്ലകളിലും കിട്ടേണ്ട മഴ നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ചും ഇടുക്കി, വയനാട്, പത്തനംതിട്ടയുടെയൊക്കെ കിഴക്ക് ഭാഗങ്ങളിൽ ഒക്കെ തിരുവനന്തപുരത്ത് മാത്രമാണ് നമുക്ക് ഒരു നോർമലായിട്ടുള്ള മഴ ലഭിച്ചിട്ടുള്ളത്. ബാക്കി പല ഭാഗങ്ങളിലും വലിയ മഴക്കുറവാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം ഒരു 2018 ശേഷം, പ്രത്യേകിച്ചും 2019 മുതൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സമാനമായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു 2019. 2019 കവലപ്പാറ പുത്തുമല ദുരന്തം നടക്കുന്ന കാലഘട്ടത്തിൽ ജൂലൈ 31 വരെയുള്ള മഴക്കുറവ് എന്ന് പറയുന്നത് 35%. അത് എന്നിട്ട് ഓഗസ്റ്റിലൊരു 4 ദിവസം കൊണ്ടുള്ള മഴ കൊണ്ട് ഈ ജൂലൈ 2 മാസത്തെ മഴക്കുറവ് 4 ദിവസം 5 ദിവസത്തെ മഴ കൊണ്ട് നികത്തപ്പെടുന്ന തരത്തിലേക്ക് മഴയുടെ പെയ്ത്ത് രീതി മാറി. അതായത് മഴയുടെ ആ ഒരു മഴപ്പെയ്ത്തിൻ്റെ രീതി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴദിനങ്ങൾ കുറയുകയും മഴകൾ തമ്മിലുള്ള ഇടവേളകൾ കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് കേരളത്തിലെ മൺസൂൺ മഴയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ തന്നെ നമുക്കറിയാം, പല പ്രദേശങ്ങളിലും ആഗോളതലത്തിൽ ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. കാരണം ഗ്ലോബൽ വാർമിംഗ് കാരണം അന്തരീക്ഷം ചൂട് പിടിക്കുന്നു, അതിന് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം കൂടുതൽ നീരാവി ഉൾക്കൊള്ളുന്ന സമയത്ത് അത് വീണ്ടും ഘനീഭവിച്ച് വലിയ തോതിലുള്ള മഴയായിട്ട് മാറുന്ന ഒരു പ്രവണത ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ആഗോളതാപനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ കാലാവസ്ഥയിലും പ്രകടമായി നമ്മൾ ദൃശ്യമാകുന്നത് ഈ കഴിഞ്ഞ കുറേ കാലഘട്ടം 2019 ശേഷം കഴിഞ്ഞ ഒരു 8 വർഷത്തെ മഴയുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ലഭിക്കേണ്ട മഴ പലപ്പോഴും പല വർഷങ്ങളിലും ഈ സമീപ കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ
നമുക്ക് മൺസൂൺ സമയത്ത് ആകെ ലഭിക്കേണ്ട മഴയിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 10 മുതൽ 15% മഴയുടെ കുറവാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 8 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2024 ചൂരൽമലയിൽ പ്രശ്നമുണ്ടായ അവസരത്തിൽ പോലും മഴക്കുറവെന്ന് പറയുന്നത് കേരളത്തിൽ 15% മഴക്കുറവാണ് മൺസൂൺ മഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ മഴയുടെ പെയ്ത്ത് മാറുന്നു. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൺസൂൺ സമയത്തുണ്ടായിരുന്ന മേഘങ്ങളുടെ ഘടനയിലും മാറ്റം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ, അതായത് കേരളത്തിന് വെളിയിലുള്ള അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയുടെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അറബിക്കടലിൽ ദൃശ്യമായിട്ടുള്ള വലിയ കട്ടി കൂടിയ കൂമ്പാര മേഘങ്ങളുണ്ടായിരുന്നു. അത് പലപ്പോഴും നമുക്ക് മൺസൂൺ സമയത്തൊരു 6-7 കിലോമീറ്റർ താഴെ ഹൈറ്റിലുള്ള കട്ടിയുള്ള മേഘങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത്തരം കൂമ്പാര മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഭീകരമായിട്ടുള്ള മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ കൂമ്പാര മേഘങ്ങൾ അല്ലെങ്കിൽ പോലും ഒരു മോഡറേറ്റ് ഒരു 10 കിലോമീറ്റർ വരെയൊക്കെ ഹൈറ്റിൽ പോകുന്ന തരത്തിലുള്ള മേഘരൂപീകരണമാണ് സംഭവിച്ചത്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ മേഘക്കൂട്ടങ്ങൾ, ഒരു മേഘത്തിൽ നിന്നല്ല ഈ മഴ ലഭിക്കുന്നത്, മേഘക്കൂട്ടങ്ങൾ കരയിലേക്ക് കയറി വരുന്നതിനനുസരിച്ച് ഒരേ പ്രദേശത്ത് തന്നെ, പ്രത്യേകിച്ചും പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അഭിലാഷ്, ഇന്നലെ പെയ്ത ഈ മഴയിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടോ? കാരണം അല്ലെങ്കിൽ ഇത്രയും ഒരു രാത്രി കൊണ്ട് ഇത്രയും അധികം ആളുകൾക്ക് ബുദ്ധിമുട്ട്, വീടുകളിൽ വെള്ളം കയറുന്നു. അതായത് ഒരു 2 നില വീടിൻ്റെ ഒരു നിലയൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയ. അപ്പം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ? സാധാരണ മൺസൂൺ, അതായത് മൺസൂൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 62 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഒരു മൺസൂണിൻ്റെ ഒരു ടിപ്പിക്കൽ ക്ലാസിക്കലായിട്ടുള്ള ഒരു മൺസൂണിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ 122 ദിവസത്തെ മൺസൂൺ സീസൺ എടുത്തു കഴിഞ്ഞാൽ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് ഒരു പക്ഷേ ഒരു 2-3 തവണയെങ്കിലും കുറഞ്ഞ ഇത് പോയും. അപ്പോൾ ഈ സമയത്താണ് അറബിക്കടലിൽ അല്ലെങ്കിൽ പശ്ചിമ തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപം കൊള്ളും. അതോടൊപ്പം തന്നെ മധ്യ ഇന്ത്യയിൽ കൂടി മൺസൂൺ മഴപ്പാത്തി സജീവമായിട്ട് നിലനിൽക്കും. അതിനുള്ളിൽ തന്നെ മൺസൂൺ മഴപ്പാത്തിക്കുള്ളിൽ തന്നെ മൺസൂൺ ന്യൂനമർദ്ദങ്ങളും മൺസൂൺ അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ മൺസൂണിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാലാവസ്ഥാ വ്യൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മൺസൂണിൻ്റെ സജീവ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഒരു പക്ഷേ ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ ഈ സീസണിൽ മഴ കിട്ടിയ ദിവസവും ഇന്നലെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മൺസൂൺ അതിൻ്റെ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം മഴകൾ സ്വാഭാവികമാണ്, അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ മഴ അതിതീവ്ര മഴയുടെ ഗണത്തിലേക്ക് മാറുമ്പോൾ, അതായത് ഒരു ദിവസം കിട്ടുന്ന 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഒരു രാത്രി കൊണ്ട് കിട്ടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന മഴ 6 മുതൽ 12 മണിക്കൂറേക്ക് ചുരുങ്ങുമ്പോൾ ആ ഒരു പ്രശ്നമാണ് നമുക്ക് അതിലൊരു മാറ്റം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ടാണ് മിന്നൽ പ്രളയങ്ങളും, അതായത് ഫ്ലാഷ് ഫ്ലഡും, അതുപോലെ തന്നെ പല മേഖലകളിലും ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാകുന്നത്. 2018, 2019 ഈ കാലങ്ങളിലൊക്കെ പ്രളയം അത് വലിയൊരു ഭീതിയാണ് മനസ്സിൽ. അതുപോലെ ഒരു സാഹചര്യം ശരിക്കും ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ സർ? അല്ലേ, ഇപ്പം നമ്മൾ പ്രളയം എന്ന് പറയുമ്പോഴേക്കും മൺസൂൺ സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എല്ലിനോയുമായിട്ട് ബന്ധപ്പെട്ട് മൺസൂണിൻ്റെ മഴക്കുറവെന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനോടകം തന്നെ ആസാമിലും അരുണാചൽ പ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും വലിയ പ്രളയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, മുംബൈയിലും ഒക്കെ ആയിട്ട്. അപ്പം മൺസൂണിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇത്തരം മഴക്കുറവ് നിലനിൽക്കുമ്പോൾ പോലും പല പ്രദേശങ്ങളിലും ഈ പറഞ്ഞ പോലെ പ്രളയങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയുള്ള ഒരു കാലാവസ്ഥാ വ്യൂഹമാണ്, സംവിധാനമാണ് മൺസൂൺ മഴ. അപ്പം കേരളത്തിലായാലും എല്ലിനോ വരുന്ന വർഷങ്ങളിൽ പോലും അതിതീവ്ര മഴ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മൺസൂൺ സജീവമാകുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരം അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാകും. പക്ഷേ 2018 ആ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മെയ് മുതൽ മഴ കൂടുതലായിരുന്നു, ജൂണിൽ മഴ കൂടുതൽ, ജൂലൈയിൽ കൂടി, അത് ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഓഗസ്റ്റ് 15 അടുപ്പിച്ച് വലിയ തോതിലുള്ള മഴയുണ്ടായി. അപ്പം കാലക്രമേണ കൂടി നിന്ന മഴ, അത് കാരണം നമ്മുടെ ഡാമുകളും മറ്റ് ജലാശയങ്ങളും എല്ലാം സാച്ചുറേറ്റഡ് ആയി, അല്ലെങ്കിൽ നമ്മുടെ മണ്ണുമൊക്കെ വലിയ തോതിൽ ജലപൂരിതമായി. അപ്പോൾ ഇങ്ങനെ അതായത് 30 ദിവസം കൊണ്ട് വലിയ തോതിൽ മഴ ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് 2018 അതിതീവ്രമായിട്ടുള്ള 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ നമുക്ക് ലഭിച്ചത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഈ അടുത്ത 1-2 ദിവസം കൊണ്ട് ഉണ്ടാകുമെന്ന് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളത്തോടു കൂടി മഴ കുറയുന്ന ഒരു പാറ്റേൺ
രീതിയിലാണ് അവർ എത്ര പ്രവചിച്ചിരിക്കുന്നത്. ദിവസം അതുകൊണ്ട് അപ്പോൾ എത്ര ദിവസം നമ്മൾ ഈ ജാഗ്രത തുടരേണ്ടതുണ്ട്? ഇപ്പോഴും കാണുന്ന ഒരു മഴയുടെ പെയ്ത്ത് രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം മഴ മാറി നിൽക്കും, ഒരു സ്പെല്ല് വന്നിട്ട് ഇപ്പോൾ ഇന്നലത്തെ ഒറ്റ സ്പെല്ല് കൊണ്ടാണ് ഒരു പക്ഷേ 2018 നമ്മൾ കണ്ട സ്ഥിതിയിലേക്ക് പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പം ഈ മഴ മാറി നിന്നിട്ട് വീണ്ടും മഴ വീഴുമ്പം ഇത്തരത്തിൽ സജീവ കാലഘട്ടം കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ സീസണിൽ വീണ്ടും നമുക്ക് ഇതുപോലെ മിന്നൽ പ്രളയങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏത് സമയത്തും ഇത്തരത്തിൽ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോർട്ടായിട്ടുള്ള ഇൻറ്റൻസ് സ്പെല്ല് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ ലഭിക്കുന്ന അതിതീവ്രമായിട്ടുള്ള മഴ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതാണ്. എല്ലിനോ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് മഴക്കുറവാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിലൊരു ഗുണകരമായിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് നമ്മുടെ ഡാമുകൾ പലതും അതിൻ്റെ സാച്ചുറേഷൻ ലെവലിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കുറവ് അത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ട കാലവർഷത്തിൽ ലഭിക്കേണ്ട ശരാശരി മഴ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഓഗസ്റ്റ് ആയിട്ടേ ഉള്ളൂ, ഇനി ഓഗസ്റ്റ് മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. അപ്പം ഈ 2 മാസത്തിൽ കാലവർഷം എങ്ങനെയായിരിക്കും, കാലവർഷത്തിനൊരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മഴയുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സീസണൽ മൺസൂൺ മഴയുടെ പാറ്റേൺ ജൂൺ ജൂലൈയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും 10-30 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ജൂണിലൊരു 60 മുതൽ 70 സെൻറ്റിമീറ്റർ മഴ, ജൂലൈയിലും ഒരു 70 സെൻറ്റിമീറ്റർ മഴ. അപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട മഴയുടെ ഒരു 70% അല്ലെങ്കിൽ 60 മുതൽ 70% ഈ 2 മാസം കൊണ്ടാണ് കിട്ടുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് കഴിയുമ്പോഴേക്കും മഴ കുറയുന്ന ഒരു പാറ്റേണാണ് പൊതുവേ കണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് 2018 ശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലും മഴ കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് സെപ്റ്റംബർ വരെയും ഒരു നല്ല മഴക്കാലം പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മഴയ്ക്ക് അനുകൂലമായിട്ട് എൽനിനോയെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ടുവരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ മൺസൂണിന്റെ 2ാം പാദത്തിലേക്ക് വരുമ്പോൾ വളരെയധികം നന്ദി ഡോക്ടർ എസ് അഭിലാഷ് നമുക്കൊപ്പം ചേർന്നതിന്. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇന്ന് ഈ മഴക്കെടുതിയിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒരമ്മയ്ക്കും മകനും ജീവൻ നഷ്ടപ്പെട്ടത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് അതല്ലാതെയും ഒട്ടേറെ ദുരിതങ്ങൾ ഒരു രാത്രിയിൽ പെയ്ത ദുരിതപ്പെയ്ത്തിലുണ്ടായിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്യാം, ഈ പറഞ്ഞതുപോലെ ഒരമ്മയും മകൻ്റെയും ജീവൻ നഷ്ടമായി. അതുമാത്രമല്ല ഇപ്പം പലരും പറയുന്ന, ശ്യാം അടക്കം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ പ്രളയത്തിൽ പോലും ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളൊരു ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ആര്യ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതൊരു പ്രളയ സമാനമായ ഒരു സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് ശക്തമായ മഴ. ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ ഒരുപക്ഷെ രാത്രിയിൽ കൂടുതൽ പേരും ഈ മലയോര മേഖലയിലെ ആളുകൾ ഉറക്കമുളച്ചിരുന്നുകൊണ്ടാകാം വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു ആളപായം കൂടുതൽ ഉണ്ടാകാതിരുന്നത്. ഈ പയ്യാനത്തോട്ടത്തിൽ അമ്മയും മകനുമാണ് മരിച്ചത്. ഈ മകന് കാല് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിലിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ അമ്മയും മകനും ഈ ഉരുൾപൊട്ടലിൽ മരണമടയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് തീക്കോയിലെ 30 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ മുകളിൽ നിന്ന് വലിയൊരു മല ഇടിഞ്ഞ് വീഴുകയായിരുന്നു. താഴെ ഏകദേശം 5ഓളം വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിലൊക്കെ ആളുകൾ ആ സമയത്ത് ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം അത്രയേറെ വലിയ തോതിൽ മഴ പെയ്തു എന്നതാണ്. ജില്ലയിൽ റെഡ് അലർട്ടൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്രയും ശക്തമായൊരു മഴ ഒരുപക്ഷെ ഈ വാഗമൺ തീക്കോയി മേഖലയിലൊക്കെ ആദ്യമായിട്ടാണ്. ഈരാറ്റുപേട്ട മേഖലയിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നത്, ഇത്രയും വലിയ തോതിൽ മഴ പെയ്യുന്നത് ആദ്യമായിട്ടെന്നാണ് അവിടുത്തെ ആളുകൾ പോലും പറഞ്ഞത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഈ മഴ ലഭിച്ച സ്ഥലം വാഗമണ്ണാണ്. 314 മില്ലിമീറ്റർ മഴയാണ് വാഗമൺ മേഖലയിൽ മാത്രം ലഭിച്ചത്. അങ്ങനെ വലിയ തോതിൽ അവിടെയൊക്കെ ഉരുൾപൊട്ടൽ
ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ ഒരു റോഡ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പറയുന്ന തീക്കോയിൽ തന്നെ അവിടെ ആ റോഡ് പൂർണ്ണമായും ഒലിച്ചതോടുകൂടി ഏകദേശം 50ഓളം വരുന്ന വീട്ടുകാർ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. വിവിധ ഇടങ്ങളിൽ ഏകദേശം 26ഓളം ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. പാല നഗരം ഏകദേശം പൂർണ്ണമായും രീതിയിൽ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച കൂടി കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ വാഗമൺ ഈരാറ്റുപേട്ട റോഡും അതും പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥ തന്നെയാണ്. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. നാളെ ഇനി പറയാനുള്ളത് ഇപ്പം നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ 1 മണിക്കൂറിൽ 2 മന്ത്രിമാരും 2 MLA-മാരും നമ്മളോട് സംസാരിച്ചു. പഴകുളം മധു പറഞ്ഞത് ഈ രാത്രി റാന്നിയിൽ ഒരു ഒരാൾക്കും ഉറക്കമുണ്ടാകില്ല, അത്രയും ഭീതിയോടുകൂടിയാണ്, ആശങ്കയോടുകൂടിയാണ് ഈ രാത്രി അവർ കാണുന്നത് എന്നുള്ളതാണ്. മന്ത്രിമാർ 2 പേരും പറഞ്ഞ കാര്യം. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്ത് അധികാരികളുമായി സഹകരിക്കുക, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ജീവനാണ്, ജീവിതമാണ് വലുത്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. തീവ്ര മഴ മുന്നറിയിപ്പാണ്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.